Good morning to all. Good morning, everyone. Good morning, Miss. Good morning. Okay, it's been a long time or a long day since we met. ഒരുപാട് ദിവസമായി നമ്മൾ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷ സുഖാണോ? എന്താണ് സൈലന്റ് ആണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. ഹൗ ആർ യു ഓൾ? സുഖാണ് മിസ്, സുഖം. മിസ് എവിടെ പോയതായിരുന്നു? കുറച്ചു നാൾ കണ്ടില്ലല്ലോ. കുറച്ച് ദിവസം ഞാൻ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ശരി ശരി. ഞാൻ മെൽറോസ് മിസ്സിന്റെ ക്ലാസ് കുറച്ച് ദിവസം ഞാൻ കയറിയിരുന്നില്ലേ, മിസ് ലീവായിരുന്ന ടൈമില്. അതുകൊണ്ട് മിസ് കോമ്പൻസേറ്റ് ചെയ്തെടുത്ത ക്ലാസ്. ഓക്കെ, പിന്നെന്താണ്? ഓക്കെ ആണ് എല്ലാവരും? ക്ലാസ് കഴിഞ്ഞ് റെഡി ആണല്ലോ അല്ലെ? ഞാൻ ഇത്ര ദിവസം വരാഞ്ഞിട്ട് നിങ്ങൾ ഇനി അന്വേഷിച്ചോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, എന്താ ഒന്നും മിണ്ടാത്തേ? ഒന്നും മിണ്ടത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ആയല്ലോ. പ്രത്യേകിച്ച് ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് വേറെ പോർഷനിലൊക്കെ പോവാം. ഓക്കെ ആണോ? റെഡി ആണോ? അച്ചോ ഒന്നുകൂടെ പറയാമോ? പ്രപ്പോസിഷൻ. ഓക്കെ, അച്ച പ്രപ്പോസിഷൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ടൈമിന്റെ കൂടെയാണ് അല്ലെ? കറക്റ്റ് ഒരു എക്സാക്ട് ടൈം പറയുമ്പോഴാണ് നമ്മൾ അച്ച പ്രപ്പോസിഷൻ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാറ്. ടൈമില് യൂസ് ചെയ്യാറുണ്ട്. ദെൻ നമ്മൾ യൂസ് ചെയ്യുക പ്ലേസ്. എക്സാക്ട് പ്ലേസ് പറയുമ്പോൾ നമ്മൾ അച്ചാണ് യൂസ് ചെയ്യുക. മീൻസ് നൗ ഐ ആം അറ്റ് ഓഫീസ് ഇൻ എറണാകുളം. എറണാകുളത്ത് ഞാനിപ്പോ ഓഫീസിലാണ്. ഓക്കെ, ഐ ആം അറ്റ് ഓഫീസ് ഇൻ എറണാകുളം എന്ന് പറയണം. അപ്പൊ ഞാൻ എക്സാക്ട്ലി ഇപ്പൊ എവിടെയാണ്? ഞാൻ ഓഫീസിലാണ്. ഓക്കെ, ക്ലിയർ? ആൻഡ് വേറെ ഇതിൽ പറയുകയാണെങ്കിൽ നൗ ഐ ആം അറ്റ് പറവൂർ ഇൻ എറണാകുളം. എറണാകുളത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോ ഉള്ളത് എന്ന് പറയാം. അപ്പൊ അച്ച് പറയുന്നത് എക്സാക്ട് പ്ലേസ് പറയാൻ നമുക്ക് അച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ എക്സാക്ട് ടൈം ആയിക്കോട്ടെ, എക്സാക്ട് പ്ലേസ് ആയിക്കോട്ടെ, വി ക്യാൻ യൂസ് ദ പ്രിപ്പോസിഷൻ അറ്റ്. ക്ലിയർ? ദെൻ നമ്മൾ അച്ച് എവിടെ യൂസ് ചെയ്യാം? അച്ഛന് അരികെ അല്ലെങ്കിൽ അടുത്ത് എന്നൊരു മീനിങ് കൂടെ ഉണ്ട്. ഇപ്പോ ഐ എം സിറ്റിംഗ് അറ്റ് ടേബിൾ, അല്ലെങ്കിൽ ഐ എം സിറ്റിംഗ് അറ്റ്, അല്ലെങ്കിൽ ഐ എം സിറ്റിംഗ് അറ്റ് ഹിം, അല്ലെങ്കിൽ ഐ എം സിറ്റിംഗ് അറ്റ് ടേബിൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ടേബിളിന് അടുത്ത് ഇരിക്കുകയാണ് അല്ലെ, അടുത്തിരിക്കുകയാണെന്ന് പറയാം. അപ്പൊ ടേബിളിന് അടുത്ത് എന്ന് പറയുമ്പോൾ അച്ച് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്സ് ഒന്നുമില്ല. ഇനി എവിടെയെങ്കിലും വെച്ച് അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ആ ഒരു മീനിങ് വന്നിരിക്കുന്നത് നിയർ എന്നാണ്, അരികെ എന്നാണ് കേട്ടോ. ഓക്കെ, ഷീ സാറ്റ് വിത്ത് മീ, അവളെ എന്റെ അടുത്ത് വന്നിരുന്നു. ഷീ സാറ്റ് അറ്റ് മീ എന്ന് പറയാം. ദെൻ നമ്മൾ പിന്നെ എവിടെയാണ്? നൈറ്റ്, മിഡ് നൈറ്റ് അല്ലെ, രാത്രി എന്ന് പറയുമ്പോൾ ഇപ്പോ I often go to bed at midnight എന്ന് പറയാം. പലപ്പോഴും അർദ്ധരാത്രിയാണ് ഉറങ്ങാറ് എന്ന് പറയുമ്പോൾ മിഡ് നൈറ്റിന്റെ കൂടെ നമ്മൾ അച്ചാണ് യൂസ് ചെയ്യുന്നത്. ഈവനിങ് മോർണിംഗ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇൻ പ്രപ്പോസിഷൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നൈറ്റ് പറയുമ്പോൾ അച്ച് പ്രപ്പോസിഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പൊ അച്ഛ എവിടേക്കാ യൂസ് ചെയ്യാം? ടൈം, പ്ലേസ്, night, midnight, and near, the meaning of the near. Okay, അപ്പൊ ഇത്രയും പ്ലേസിലാണ് നമ്മൾ മോസ്റ്റ്ലി അച്ഛ യൂസ് ചെയ്യാറ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. Okay, so any other doubts? No? All clear? Okay. So നമ്മളിപ്പോ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. മീൻസ് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നൗൺ, പ്രോനൗൺ, then verb പഠിച്ചു, കുറച്ച് adjectives adverbനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം നമ്മൾ പ്രപ്പോസിഷൻ നോക്കി. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് ഇനി ടെൻസിലേക്ക് പോവാം. ഓക്കെ, are you ready for the learn tense? ടെൻസ് പഠിക്കാൻ ഓക്കെ ആണോ? ഇൻട്രസ്റ്റ് ആണോ?
എല്ലാവരും വെയിറ്റിംഗ് ആണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ടെൻസ് അല്ലെ. സോ ജസ്റ്റ് 8 സെക്കൻഡ് ഞാൻ എന്റെ നോട്ട് ഒന്ന് അപ്ലോഡ് ഷെയർ ചെയ്തേട്ടോ. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. Okay, take your notebook and write down the heading tense. The main heading is tense. Okay. Tense in the heading and main heading tense in the then around the second heading is present tense. Okay. We have three tense. These are present, past, and the future. And there is a 4 actions: simple, continuous, perfect, and the perfect continuous. Okay, clear? So we moving on the first tense. There's a present tense. Okay, present tense le 4 actions edukiyana: simple present, present continuous, present perfect, present perfect continuous tense. Okay, is it clear? Yeah. Okay, clear aana? Oh, notebook il ezhuda, present heading kodukka. Then small heading എന്താ? Simple present tense കൊടുക്കുട്ടോ. Present tense le first action ആണ്. അങ്ങനെ ഓരോ ടെൻസിലും 4 ആക്ഷൻസ് വീതമുണ്ട്. അങ്ങനെ 12 ടെൻസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. Okay? The first one is the simple present tense. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ടെൻസ് എടുക്കുമ്പോ മാക്സിമം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഒന്നും മനസ്സിലാവില്ല, അറിയാലോ. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക? ഞാൻ പറയുമ്പോൾ മാത്രം നോട്ടിൽ എഴുതിയാൽ മതി, അതർവൈസ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ മോസ്റ്റ്ലി എവിടേക്കാണ് യൂസ് ചെയ്യാറ്? അതാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഏതൊരു ടോപ്പിക് ആയിക്കോട്ടെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരുപാട് നോട്ട്സ് എഴുതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല.
മനസ്സിലാക്കുക. പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ മറക്കില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോ മാക്സിമം നോട്ടിൽ എഴുതാതെ നോക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ടിൽ എഴുതാം. ഓക്കെ ഓക്കെ. അപ്പൊ ഹെഡിങ് കൊടുത്തു, സിമ്പിൾ പ്രസന്റ് കൊടുത്തു. സിമ്പിൾ പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെ പറയാനാണ്? ഹാബിറ്റ്സ്. ഓക്കെ, ഹാബിറ്റ്സ്, റൊട്ടീൻ, പെർമനന്റ് സിറ്റുവേഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത് ആൻഡ് സ്കെഡ്യൂൾസ്. അതൊക്കെ പറയാൻ എന്താണ് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് ഏതാണ്? ഹാബിറ്റ് ആണ് കേട്ടോ. ഹാബിറ്റ് എഴുതിക്കൊള്ളൂ. ഹാബിറ്റ്, റൊട്ടീൻ, യൂണിവേഴ്സൽ ട്രൂത്ത് and permanent situation. വേണമെങ്കിൽ ടൈം ടേബിൾ ഓർ ഷെഡ്യൂൾ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഹാബിറ്റ്സും റൊട്ടീൻ ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ഹാബിറ്റ്സ് ഓർ റൊട്ടീൻ, permanent situation, universal truth and schedules. So write down these 4 points in your notebook. കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 4 പോയിന്റ്സ് എഴുതി. സിമ്പിൾ പ്രസന്റ് ടെൻസ് എഴുതിയിട്ടുണ്ടല്ലോ, ഹെഡിങ് എഴുതിയാലേ അതിന് നേരെ ബ്രാക്കറ്റില് മലയാളം എഴുതി വെക്കൂ. ചെയ്യുന്നു എന്ന് എഴുതൂ കേട്ടോ. സിമ്പിൾ പ്രസന്റ് എഴുതിയ ഹെഡിങ്ങിന് നേരെ ബ്രാക്കറ്റില് ചെയ്യുന്നു എന്ന് കൂടെ എഴുതി വെക്കാം. ചെയ്യുന്നു. ഇപ്പോ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ ഹാബിറ്റ്സ്. ഇപ്പോ എന്താ പറയാ, ഞാൻ ഇന്നും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നും രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, ബ്രഷ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങൾ. അതൊക്കെ നമ്മുടെ ഹാബിറ്റ്സ് ആണ്, റൊട്ടീൻസ് ആണ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മളത് പറയുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെയ്യുന്നു ചെയ്യുന്നു എന്നാ പറയുന്നത് അല്ലെ? ചെയ്യുന്നു, പോകുന്നു, ചാടുന്നു, വരുന്നു, ഓടുന്നു അല്ലെ? അങ്ങനെ പറയുന്ന എല്ലായിടത്തും നമുക്ക് ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. ഞാൻ എന്നും രാവിലെ എക്സസൈസ് ചെയ്യുന്നു, ഞാൻ എന്നും ജിമ്മിൽ പോകുന്നു. അപ്പൊ ഇത് ശീലങ്ങളാകാം. ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ശീലങ്ങളാകാം അല്ലെ? നമ്മള് ഡെയിലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറയാൻ നമ്മൾ ഈ ടെൻസ് ആണ് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഹാബിറ്റ്സ് റൊട്ടീൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി പെർമനന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാകും. ഓൾറെഡി ഫിക്സ് ചെയ്ത പ്രോഗ്രാംസ്, ഐ തിങ്ക് എനി കൈൻഡ് ഓഫ് ഇനാഗുറേഷൻസ് അല്ലെ? എന്തെങ്കിലും ഷോപ്പിന്റെയോ ഇനാഗുറേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. എങ്ങനെയാ പറയാ? The shop opens 2nd June 10:30 AM എന്നല്ലേ പറയാറ് അല്ലെ? ഈ ഷോപ്പ് ജൂൺ 2-ാം തീയതി 10 മണിക്ക് തുറക്കുന്നു, അല്ലെങ്കിൽ ഇനാഗുറേറ്റ് ചെയ്യുന്നു എന്നല്ലേ പറയാ? അപ്പൊ അതൊരു പെർമനന്റ് സിറ്റുവേഷൻ ആണ്. എന്തൊക്കെ വന്നാലും ആ ഇനാഗുറേഷൻ അവിടെ നടക്കും എന്നാ ഉദ്ദേശിക്കുന്നത്. അതിലൊരു പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, നടക്കും. പിന്നെ എന്തെങ്കിലും സീരിയസ്ലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാറ്റി വയ്ക്കും, പക്ഷെ എന്നാലും അതൊരു പെർമനന്റ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, നമ്മുടെ കല്യാണ ലെറ്റേഴ്സിലാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണ് എഴുതാറ്. അതുകൊണ്ട് പെർമനന്റ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത ടൈം ടേബിളോ ഷെഡ്യൂൾസോ ആണെങ്കിൽ പോലും നമ്മൾ ഈ ടെക്സ്റ്റ് വെച്ചിട്ടാണ് നമ്മളത് എഴുതാം. ഓക്കെ, അപ്പോ ഹാബിറ്റ്സ് മനസ്സിലായി, പെർമനന്റ് സിറ്റുവേഷൻ മനസ്സിലായി, അതുപോലെ തന്നെ ഷെഡ്യൂൾസ് മനസ്സിലായി. ഇനി ഏതാണ്? യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, പ്രപഞ്ച സത്യം. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുമ്പോൾ പ്രപഞ്ച സത്യമാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു, മത്സ്യങ്ങൾ ജലത്തിൽ ജീവിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഒരു പ്രപഞ്ച സത്യമാണ്. ആരൊക്കെ എന്തൊക്കെ പറയാൻ നമുക്ക് മാറ്റാൻ പറ്റും? ഒരിക്കലും പറ്റില്ല.
യൂണിവേഴ്സൽ ട്രൂത്ത്. അപ്പോ അങ്ങനെ പറയുന്ന കാര്യങ്ങളും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. The sun rises in the east. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. Okay, and the birds fly in the sky. Okay, and the fish lives in water. Clear? അപ്പൊ ഈ 4 പോയിന്റ്സ് മനസ്സിലായോ? എന്താണ് ഹാബിറ്റ്സ് എന്നും എന്താണ് പെർമനന്റ് സിറ്റുവേഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത് എന്താണ്, ഷെഡ്യൂൾസ് എന്താണ്, ഈ ടൈം ടേബിൾ എന്താണ്, മനസ്സിലായോ? അപ്പൊ ഇത്രയും പോയിന്റ്സിലാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ഈ 4 പോയിന്റ്സ് കണ്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നോട്ട്ബുക്കിൽ എഴുതാതെ തന്നെ ഈ 4 പോയിന്റ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ ആണ്. ഇനി ഒരു കാര്യം ചെയ്യും, നോട്ട്ബുക്കിൽ എഴുതണം എന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ജസ്റ്റ് ഈ 4 പോയിന്റ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എഴുതാം. ഓക്കെ, എഴുതുന്നെങ്കിൽ എഴുതി വെക്കൂ കേട്ടോ. എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിയുമ്പോ എന്ന് പറയാം. നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ എഴുതി കഴിയുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യൂ കേട്ടോ. ഓക്കെ, ടൈം ടേബിളും ഷെഡ്യൂളും ഏകദേശം സെയിം തന്നെയാണ്. പെർമനന്റ് സിറ്റുവേഷൻ പോലെ തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചൊരു കാര്യം ടൈം ടേബിൾ അല്ലെങ്കിൽ മീറ്റിംഗ്സ് ആയിക്കോട്ടെ, അത് ഈ പറയുന്ന ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചൊരു കാര്യം നമുക്ക് ഈ പറയുന്ന ടെൻസിൽ പറയാവുന്നതാണ്. The meeting begins at 10 o'clock. 10 മണിയാകുമ്പോൾ മീറ്റിംഗ് തുടങ്ങുന്നു എന്ന് പറയുമല്ലോ. അപ്പോ അത് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചൊരു കാര്യമാണ്. അതാണ് ടൈം ടേബിൾ കേട്ടോ.
ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ എഴുതേണ്ടത് സ്ട്രക്ചർ ആണ് കേട്ടോ. നമ്മൾ ഓരോ ടെൻസ് പഠിക്കുമ്പോഴും സ്ട്രക്ചർ വൈസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, സ്ട്രക്ചർ subject plus V1. You can write S plus V1 or subject plus V1. Anything. S means in a short form of subject. Subject plus V1. Explain ചെയ്ത് പറയാട്ടോ. Structure എഴുതാ first. Subject plus V1. Subject plus V1 and subject. നമ്മള് സ്ട്രക്ചർ എഴുതി. ഇനി എസ് എന്താണെന്നും ബി എന്താണെന്നും V1 എന്താണെന്ന് പറയണം അല്ലെ. അപ്പൊ സബ്ജക്ട് എന്താണെന്ന് എഴുതട്ടെ. ഏതൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്? I, you, we, they, he, she, it, everybody. I, you, we, they, he, she, it, everybody is the subjects of English. Just wait a second. ഓക്കെ, അയ്യോ ദേവി അല്ലെ. മിക്ക ക്ലാസ്സിൽ അങ്ങനെ പറയാറുണ്ട് കേട്ടോ, അയ്യോ ദേവി. എങ്ങനെ വേണമെങ്കിലും പഠിക്കാതെ നമുക്ക് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ സിമ്പിൾ മെത്തേഡ് ഏതാണോ അതിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ സബ്ജക്ട്സ് മനസ്സിലായി. ഇതൊക്കെയാണ് സബ്ജക്ട്. ഇനി എന്താണ് ബി? വാട്ട് ഇസ് ബി? ബിഫോർ വേർബ് ആണ് കേട്ടോ. ബി എന്താണ്? വേർബ് ആണ്. ഇനി V1 എന്താണ്? വേർബിന്റെ ബേസ് ഫോം ആണ്. ഫസ്റ്റ് ഫോം ഓഫ് ദി വേർബ് ആണ് V1. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ V1, V2, V3 അല്ലേ? അറിയാം. അപ്പൊ അതിലെ V1 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. V1 present, V2 past, V3 past participle. അതിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ ജസ്റ്റ് V1, V2, V3 എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് ഇത്? പ്രസന്റ് വേർബ് ആൻഡ് പാസ്റ്റ് വേർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേർബ് എന്നാണ് പറയാ. നമ്മൾ ഷോർട്ട് ആക്കി V1, V2, V3 എന്ന് വിളിക്കുന്നു. ദാറ്റ്സ് ഓൾ. അപ്പൊ എന്താണ് V1, എന്താണ് V2, എന്താണ് V3? ക്ലിയർ ആയോ? അപ്പോ സബ്ജക്ട് മനസ്സിലായി, V1 എന്താണെന്ന് മനസ്സിലായി. ക്ലിയർ?
നമ്മള് ക്ലാസ്സിൽ ഓൾറെഡി വേർബിന്റെ 3 ഫോംസ് ഞാൻ നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നോ? വേർബെടുത്ത ടൈമില് തന്നിരുന്നോ? കുറച്ച് വേർബിന്റെ നോട്ട്സ് തന്നിരുന്നോ? യെസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ V1 എന്താണ്, V2 V3 എന്താണെന്ന് അറിയാലോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ V1 V2 V3 ക്ലിയർ ആണ്. അപ്പൊ സബ്ജക്ട് ഏതാണ്? V1 എന്താണെന്ന് മനസ്സിലായി. അപ്പൊ സ്ട്രക്ചർ ഏതാണ്? സബ്ജക്ട് പ്ലസ് V1 ആണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത് കേട്ടാ. ഇനി ഇതിൽ റൂൾ ഉണ്ട്, അതായത് ഈ ടെൻസിൽ റൂൾ ഉണ്ട്. ആ റൂൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വെക്കട്ടോ. സബ്ജക്ട് എന്താണെന്നും ഏതൊക്കെയാണ് സബ്ജക്ട്, അതുപോലെ വേർബ് ഏതൊക്കെയാണെന്ന് എഴുതി വെക്കുക. ഇനി സബ്ജക്റ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. അതില് സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? പ്ലൂറൽ എടുക്കാം. പ്ലൂറൽ സബ്ജക്റ്റ് ഏതൊക്കെയാ? I, you, he, she. she ഒന്നുമില്ല കേട്ടോ. പ്ലൂറൽ സബ്ജക്റ്റില് I, you, we യാണ് പ്ലൂറൽ സബ്ജക്റ്റ്. ആൻഡ് സിംഗുലർ സബ്ജക്റ്റ് he, she, it, everybody is the singular subject. Everybody. ഓക്കെ, അപ്പൊ പ്ലൂറൽ സബ്ജക്റ്റ് ഏതാണ്, സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം കേട്ടോ. ക്ലിയർ? ഇനി ഇതിലെ റൂൾ എന്താന്ന് വെച്ചാല്, ഇപ്പോ സിംഗുലർ സബ്ജക്റ്റ് ആണ് നമ്മൾ പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് ആണ് വരുന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അതായത് സിംഗുലർ verb used with singular subjects and plural verb used with plural subject. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ദ റൂൾ ഓഫ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇമ്പോർട്ടന്റ് റൂൾ ആണ്, മിസ്റ്റേക്ക് വരുത്തരുത്, മറക്കാൻ പാടില്ല. അപ്പൊ എഴുതി വെച്ചോളൂ, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എഴുതി. ഇനി പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ഒരുപാട് വെർബ് പഠിച്ചതാണ് അല്ലെ. ഇപ്പൊ പറയുകയാണെങ്കിൽ റൈറ്റ്, റീഡ്, പ്ലേ ഇതൊക്കെ എന്താണ്? നോർമലി വെർബ് ആണ് അല്ലെ. അപ്പൊ നോർമലി എല്ലാ വെർബും എന്താണ്? പ്ലൂറൽ ആണ് എന്ന് മനസ്സിലാക്കാം കേട്ടോ. എല്ലാ വെർബും പ്ലൂറൽ ആണ്. അപ്പൊ ഇതെങ്ങനെ സിംഗുലർ ആക്കാൻ പറ്റും? എങ്ങനെയാണ് സിംഗുലർ ആക്കാം? വെർബിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ വേർഡിനെ ബേസ് ചെയ്ത് എസ്ഒ ഇഎസ്ഒ ഐഎസ്ഒ ആഡ് ചെയ്താൽ മതി. റൈറ്റ് പ്ലൂറൽ വെർബ് ആണെങ്കിൽ റൈറ്റ്സ് എന്താണ്? സിംഗുലർ വെർബ് ആണ് കേട്ടോ. പ്ലൂറൽ വെർബ് റൈറ്റ്സ് ആണെങ്കിൽ സിംഗുലർ വെർബ് റൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോർമലി ഇപ്പൊ കാണുന്ന എല്ലാ വെർബും എന്താണ്? പ്ലൂറൽ വെർബ് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് റൈറ്റ്, പ്ലേ, റീഡ്, സിംഗ് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ സിംഗുലർ സബ്ജക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതിന്റെ കൂടെ സിംഗുലർ വെർബ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് ഒരു വെർബിനെ സിംഗുലറൈസ് ചെയ്യാൻ പറ്റും? Can add s or es or is based on the words. Okay,
ഇപ്പൊ റൈറ്റ് ആണെങ്കിൽ നമുക്ക് എസ് ആഡ് ചെയ്താൽ മതി. ഗോ ആണെങ്കിലോ ഇഎസ് ആഡ് ചെയ്യേണ്ടി വരും. ഗോസ് ആണ്. ഓക്കെ. പ്ലേ ആണെങ്കിൽ പ്ലേസ് ആണ്. റീഡ് ആണെങ്കിൽ റീഡ്സ്. സിംഗ് സിംഗ്സ് ആകും. റൈറ്റ് റൈറ്റ്സ്. ജം എന്താ പറയാ ജംസ് ആണ് കേട്ടോ. ജം ജംസ്. ഡ്രോ ഡ്രോസ്. ഓക്കെ. ഡാൻസ് ഡാൻസ്. ക്ലിയർ? മനസ്സിലായോ? സിംഗുലർ വേർബും പ്ലൂറൽ വേർബും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. വെറുതെ മിണ്ടാതിരിക്കരുതേ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓ തന്നെ ചോദിക്കാം. ക്ലിയർ ചെയ്ത് പോകാം. നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഈ അങ്ങോട്ടുള്ള ടെൻസ് പെട്ടെന്ന് ക്ലിയർ ആകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ചേ പറ്റൂ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ. ഒന്നുകൂടെ പറയാം. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടേക്ക് യൂസ് ചെയ്യണം എന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഫസ്റ്റ് അതാ പറഞ്ഞത്, എവിടെ യൂസ് ചെയ്യണം അല്ലെ. ഫസ്റ്റ് അത് പറഞ്ഞത് ക്ലിയർ ആണ്. ദെൻ നമ്മൾ ഇത് സ്ട്രക്ചർ ആണ് പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ എഴുതിയത്. എസ് പ്ലസ് V1 അല്ലെങ്കിൽ സബ്ജക്ട് പ്ലസ് V1 എന്നാ പറഞ്ഞത്. അതിൽ സബ്ജക്ട് ഏതൊക്കെയാണ്? ഇംഗ്ലീഷിൽ സബ്ജക്ട് ഉണ്ടല്ലോ അല്ലെ. മലയാളത്തിലാണെങ്കിൽ സബ്ജക്ട് ഉണ്ട്. ഞാൻ, നീ, നിങ്ങൾ, അവൻ, അവൾ, അത്, ഇത്, എല്ലാവരും, ഞങ്ങൾ, അവർ, ഇതൊക്കെ എന്താണ് മലയാളത്തിലെ സബ്ജക്റ്റ് അല്ലേ. അല്ലെ. ഞാൻ കളിക്കുന്നു, നീ വീട്ടിലേക്ക് പോകുന്നു, ഞങ്ങൾ സിനിമക്ക് പോകുന്നു, അവർ കളിക്കുകയാണ് അല്ലെ. ഇത് എന്ത് പൂച്ചയാണ് എന്ന് ചോദിക്കാം. ഇത്. ദെൻ അവന് കളിക്കുന്നു, അവൾ ഓടുന്നു, എല്ലാവരും പോകുന്നു. ഇതൊക്കെ എന്താണ് മലയാളത്തിലെ സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഇതൊക്കെയാണ് എന്ത് സബ്ജക്ട് എന്ന് പറയുന്നത്. ഇനി വെർബ്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്താണ്? വെർബാണ്. അപ്പൊ നോർമലി നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? അവൾ എഴുതുന്നു എന്ന് പറയുമ്പോൾ റൈറ്റ് പറയാം. എഴുതുക റൈറ്റ് ആണ്. ഓടുക റൺ ആണ്. ചാടുക ജമ്പ്. കളിക്കുക പ്ലേ. ഇതൊക്കെ എന്താണ്? നോർമലി വേർബ് ആണ്. പക്ഷെ അത് മാത്രമല്ല, അത് പ്ലൂറൽ വേർബും കൂടിയാണ്. ഓക്കെ. ഇനി എങ്ങനെ വെർബിനെ സിംഗുലറൈസ് ചെയ്യാം? ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നേ. വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. റൈറ്റ് ആണെങ്കിൽ എസ് ആഡ് ചെയ്യാം. ഗോ ആണെങ്കിൽ എസ് ആഡ് ചെയ്യാം. പ്ലേ ആണെങ്കിൽ എസ് ആഡ് ചെയ്യാം. ഡാൻസ് ആണെങ്കിൽ എസ് ആഡ് ചെയ്യാം. സിംഗ് ആണെങ്കിൽ എസ് ആഡ് ചെയ്യാം. ഓക്കെ. അങ്ങനെയാണ് ഇത് സിംഗുലർ വേർബായിട്ട് മാറുക. പിന്നെ ഇതിന്റെ റൂൾ എന്താണ്? പ്ലൂറൽ വേർബിന്റെ കൂടെ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സിംഗുലർ വേർബിന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായത് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ക്ലാസ്സിൽ നിങ്ങളൊന്ന് പറയും. കേൾക്കട്ടെ. പറഞ്ഞാലേ പഠിക്കാൻ പറ്റും. ഇനി ഞാനത് പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും ഒന്നും ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞേ പറ്റും അല്ലെ. നമ്മൾ പഠിക്കാൻ വേണ്ടിയാണോ പോകുന്നത്? ക്ലാസ്സിൽ ഇത്രയും നേരം ക്ലാസ് കേട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹത്തോടു കൂടിയല്ലേ. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച എന്താണോ അത് ക്ലാസ്സിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. ആതിര ഒന്ന് പറയൂ, എന്താണ് മനസ്സിലായത്? സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് ആതിരയ്ക്ക് എന്താണ് മനസ്സിലായത്? ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. തെറ്റ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല, ഞാൻ കറക്റ്റ് ചെയ്യും. ആതിര കേൾക്കുന്നുണ്ടോ? നിത്യേനയുള്ള കാര്യങ്ങളോ ചെയ്യുന്നതിന്, ശീലങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ നിത്യേന ചെയ്യുന്ന കാര്യങ്ങള്. ഓക്കെ, പറഞ്ഞോളൂ. അതിന്റെ സ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ, അതെങ്ങനെ യൂസ് ചെയ്യണം, എല്ലാം പറയൂ. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും ഉള്ള കാര്യങ്ങൾ.
Then അതിന്റെ സ്ട്രക്ചർ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലല്ലോ. അതിനാ കുറച്ച് ഡൗട്ട് ഉണ്ടോ? ഉണ്ട് മിസ്. ഓക്കെ അതിര. കുറച്ചുകൂടി എന്തോ കുറച്ചുകൂടി ഓക്കെ ആവാനുണ്ട് മിസ്. ക്ലിയർ ചെയ്യാട്ടോ. ഓക്കെ. അനഘ എന്ന് പറയൂ. മിസ് മനസ്സിലായോ എന്താണ് കേട്ടോ? മിസ് ടെൻസിന്റെ അകത്ത് നമുക്ക് 3 ടെൻസ് ആണ്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ടെൻസ്. അത് പ്രസന്റിന്റെ അകത്ത് സിമ്പിൾ പ്രസന്റ് ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നതാണ്. അതായത് നമ്മുടെ ഹാബിറ്റ്, പെർമനന്റ് സിറ്റുവേഷൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത്, അതായത് ടൈം ടേബിൾസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയാണ് നമ്മൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റും V1 ഫോമും, അതായത് വെർബിന്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റിന്റെ അകത്ത് വരുന്നത് I, you, we, they, he, she, it, everybody. ഇതാണ് സബ്ജക്റ്റിന്റെ അകത്ത് വരുന്നത്. വെർബ് വെർബിന്റെ അകത്ത് തന്നെ 3 ഫോംസ് ഉണ്ട്. V1, V2, V3 ഫോമാണ്. V1 എന്ന് പറഞ്ഞ പ്രസന്റ്, V2 എന്ന് പറഞ്ഞ പാസ്റ്റ്, V3 എന്ന് പറഞ്ഞ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതില് മറ്റേ പ്ലൂറൽ സെൻസ് എന്ന് പറയുന്നത് I, you, we, they എന്ന് പറയുന്നതാണ്. സിംഗുലറിന്റെ അകത്ത് വരുന്നതാണെങ്കിൽ he, she, it, everybody എന്നാണ്. സിംഗുലർ വെർബ് ഉപയോഗിക്കുകയാണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ഉപയോഗിക്കുക. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂട്ടത്തിലാണെങ്കിൽ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നോർമലി എല്ലാ വെർബുകളും പ്ലൂറലാണ്. അത് സിംഗുലർ ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ റൈറ്റ് എന്നുള്ളൊരു വെർബാണെങ്കിൽ റൈറ്റ്സ് എന്ന് ഉപയോഗിക്കുക, ES ഉപയോഗിക്കുക. ഗോ എന്നൊരു വെർബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ES ഉപയോഗിച്ച് ഗോസ് എന്ന് ഉപയോഗിക്കുക. പിന്നെ ഇപ്പൊ റൺ ആണെങ്കിൽ എസ് കൂട്ടി റൺസ് ഉപയോഗിക്കുക. അങ്ങനെയാണ് നമ്മൾ നോർമലി മറ്റേ പ്ലൂറൽ വെർബുകളെ സിംഗുലർ ആക്കുന്നത്. മിസ് ഇതാണ് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അല്ലെ? ഓക്കെ ആണല്ലോ? ഓക്കെയാണ് മിസ്, ഓക്കെയാണ്. ഡൗട്ട്സ് ഒന്നുമില്ല. ഓക്കെ ദെൻ അനു മിസ് പറയട്ടെ. മിസ് വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെയാണ് വെർബ് എന്ന് പറയുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന പ്ലൂറൽ വെർബുകളൊക്കെയാണ്. പിന്നെ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുന്നത്. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വെർബ് 3 ഇതുണ്ട്, V1, V2, V3. പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞ പ്രപഞ്ച സത്യമാണ്. പെർമനന്റ് സിറ്റുവേഷൻ 4ആയിട്ട് സിമ്പിൾ പ്രസന്റിനെ തിരിക്കാം. മിസ് എനിക്ക് മനസ്സിലായ രീതിയിലാണ് മിസ് പറയുന്നത് മലയാളത്തില്. എനിക്ക് മനസ്സിലായ രീതി മലയാളത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതേപോലെ പറയുന്നത്. ഡൗട്ട് ഇല്ല, ക്ലിയർ ആയി. സിമ്പിൾ പ്രസന്റിനെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ഹാബിറ്റ്, പെർമനന്റ് സിറ്റുവേഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം ടേബിൾ. പെർമനന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ടുള്ളതാണ്. അത് ഒരു കാര്യം ഇപ്പൊ തീരുമാനിച്ചാൽ അത് ഇന്ന് മാറ്റം വരാതെ പെർമനന്റ് ആയിട്ട് നടക്കുന്ന ഇതിനെയാണ് പെർമനന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യമാണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇപ്പൊ കിഴക്കുദിക്കുന്ന അങ്ങനെ ഒരിത്. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അതിലെ മാറ്റം വരുന്നില്ല. മിസ് കഴിഞ്ഞു. മിസ് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ ദെൻ ലാവണ്യ, സോറി ലയന.
ഹലോ മിസ്. പറയൂ. ടെൻസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. അതിൽ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാബിറ്റ്സ്, പെർമനന്റ് സിറ്റുവേഷൻ, ഫാക്ട്, ടൈം ടേബിൾ, ഷെഡ്യൂൾ 4ആയിട്ട് തരം തിരിച്ചിരിക്കുന്നു. അതിൽ ഹാബിറ്റ് എന്ന് പറഞ്ഞ ശീലങ്ങൾ, പെർമനന്റ് സിറ്റുവേഷൻ ഓൾറെഡി വിസ് ചെയ്ത പ്രോഗ്രാംസ് എല്ലാം, യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുമ്പോൾ പ്രപഞ്ച സത്യം, ടൈം ടേബിൾ ഷെഡ്യൂൾ ഓൾറെഡി ഫിക്സ് ചെയ്ത കാര്യങ്ങളെ പറ്റി പറയുന്നത്, പിന്നെ അത് സബ്ജക്റ്റ് പ്ലസ് V1 നമ്മള് I, you, we, they, he, she, it, everybody യൂസ് ചെയ്യുന്നു. അത് V1 ഫോം, V1, V2, V3. V1 ഫോം എന്ന് പറഞ്ഞാൽ പ്രസന്റ്, V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ്. അതിൽ സിംഗുലർ സബ്ജക്റ്റിൽ ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് I, you, we, they. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നു. എല്ലാ വെർബും പ്ലൂറൽ വെർബ് ആണ്. പ്ലൂറൽ വെർബ് എന്ന് പറയുമ്പോൾ റൈറ്റ്, സിംഗുലർ വെർബ് പറയുമ്പോൾ റൈറ്റ്സ് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ ഓക്കെ ലയന. നിത്യ. യെസ് മിസ്, പറയട്ടെ. ഇന്ന് എടുത്തത് എന്ന് പറഞ്ഞാൽ ടെൻസ് ആണ്. ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ സിമ്പിൾ പ്രസന്റിനെ 4ആയിട്ടിരിക്കുമ്പോൾ ഹാബിറ്റ്സ്, റൂട്ടീൻസ്, പെർമനന്റ് സിറ്റുവേഷൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം ടേബിൾ, ഷെഡ്യൂൾസ്, ഇതൊക്കെയാണ് പറഞ്ഞത്. അതായത് ഹാബിറ്റ്സും റൂട്ടീൻസും എന്ന് പറഞ്ഞാല് ശീലങ്ങളും ആവും, ദൈനംദിന പ്രവർത്തനങ്ങളും ആവും. നമ്മളിപ്പോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഹാബിറ്റ്സിനും റൂട്ടീൻസിനും പറയാം. പിന്നെ പെർമനന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഓരോ പ്രോഗ്രാം ഫിക്സ് ചെയ്തതിനാണ്. പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാല് ഇപ്പോൾ നമ്മൾ പ്രവചിച്ച കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ടൈം ടേബിൾസും ഷെഡ്യൂൾസും ഓൾറെഡി ഫിക്സ് ചെയ്ത കാര്യങ്ങളാവും. പിന്നെ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. സബ്ജക്റ്റിൽ എന്ന് പറഞ്ഞാൽ I, you, we, they എന്നൊക്കെ എന്ന വെർബ്സ് ഉപയോഗിക്കുന്നു. പിന്നെ വേർബില് V1, V2, V3 ഫോംസ് ആണ്. പിന്നെ പറഞ്ഞാല് സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്, ഫ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റില് സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നു. പ്ലൂറൽ സബ്ജക്റ്റില് ഫ്ലൂറൽ വേർബും യൂസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ നിത്യ. ആരാണ്? പ്രവീണ. പ്രവീണ ക്ലാസ്സിലുണ്ടോ? യെസ് മിസ്. അറിയോ പ്രവീണ? നമ്മൾ പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ആണ് പറയുന്നത്. ഇത് ഹാബിറ്റ്, റൂട്ടീൻസ്, പെർമനന്റ് സിറ്റുവേഷൻ, ഫാക്ട്, യൂണിവേഴ്സൽ ട്രൂത്ത്, അതുപോലെ തന്നെ ടൈം ടേബിൾ, ഷെഡ്യൂൾ, ഇവിടെയൊക്കെയാണ് ഈ സിമ്പിൾ പ്രസന്റ് അപ്ലൈ ചെയ്യുന്നത്. സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് I, you, they, we, he, she, it, everybody. ഇവിടെ വെർബ് V1 എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. പിന്നെ ഇവിടെ പ്ലൂരൽ എന്ന് പറയുന്നത് I, you, they, we. അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് he, she, it ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറൽ വെർബും, അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ സിംഗുലറിന്റെ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എല്ലാ വെർബും പ്ലൂറലാണ്. അപ്പൊ അത് സിംഗുലറിലേക്ക് ആക്കാൻ നമ്മൾ ESO അല്ലെങ്കിൽ SO ചേർത്താൽ മതി വെർബിന്റെ ഒപ്പം.
Okay, okay, Pravina. Then Sharmina. Sharmina. ഹലോ പ്രസന്റ് ടെൻസിലെ ആദ്യത്തെ പടി നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ്. നമ്മൾ നിരന്തരം ചെയ്യണ കാര്യങ്ങൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് വന്നത്. പിന്നെ പ്രപഞ്ച സത്യങ്ങൾ അവയൊക്കെ ആണ് സിമ്പിൾ പ്രസന്റിൽ വന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1 ആണ്. സബ്ജക്ട് എന്ന് പറയുമ്പോൾ I, you, we, they, he, she, it, everybody പ്ലസ് വെർബ് ആണ്. വെർബിന് 3 ആണ്. V1, V2, V3 ഉണ്ട്. അത് പ്രസന്റ്, പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. മറ്റേ പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂരൽ വെർബ്സും സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും ആണ് ചേരണത്. പ്ലൂരൽ വെർബ് എന്ന് പറയുന്നത് റേറ്റ്, സിംഗുലർ വെർബിലേക്ക് വരുമ്പോൾ എക്സ് ഫോം ചേർത്ത് റേറ്റ്സ് ആവും. സിംഗുലർ വെർബ്സ് ആവുമ്പോൾ അതിലേക്കൊക്കെ എസ് ഫോം ആഡ് ചെയ്യുമ്പോൾ സിംഗുലർ വെർബ് ആവും. വി റേറ്റ് പ്ലൂരൽ വെർബിന്റെ കൂടെ റേറ്റിന്റെ കൂടെ വി ചേരുമ്പോ വി റേറ്റ്. Okay. Okay, Sharmina. Then Jasmine. That's one. ആൽമോസ്റ്റ് Correct. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞ ഹാബിറ്റ്സ്, റൂട്ടീൻസ്, പിന്നെ പെർമനന്റ് സിറ്റുവേഷൻ, ഫാക്ട്, യൂണിവേഴ്സൽ ട്രൂത്ത്സ്, ടൈം ടേബിൾ, ഷെഡ്യൂളാണ്. ഇത് ഹാബിറ്റ് എന്ന് പറയുന്നത് ഡെയിലി ചെയ്യുന്നത്. പെർമനന്റ് സിറ്റുവേഷൻ ഫിക്സ് ചെയ്ത കാര്യങ്ങൾ. യൂണിവേഴ്സൽ ട്രൂത്ത്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യം, സൂര്യൻ ഉദിക്കുന്നതൊക്കെ അങ്ങനത്തെ. ടൈം ടേബിൾ മുന്നേ ഫിക്സ് ചെയ്ത കാര്യങ്ങൾ. പിന്നെ പറഞ്ഞത് സബ്ജക്റ്റിൽ പറഞ്ഞത് I, you, we, they, he, she, it, everybody. വെർബിൽ പറഞ്ഞത് V1, V2, V3. അത് V1 പറഞ്ഞത് പ്രസന്റ്, V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പിന്നെ പ്ലൂറൽ സബ്ജക്റ്റ് പറഞ്ഞത് I, you, we, they. പിന്നെ സിംഗിൾ സബ്ജക്റ്റിൽ പറഞ്ഞത് he, she, it, everybody. പിന്നെ ഇതിന്റെ റൂള് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ സിംഗിൾ വെർബുമാണ് യൂസ് ചെയ്യുക. റൈറ്റ് എന്നുള്ളത് പ്ലൂറൽ വെർബും അത് അതിന്റെ സിംഗിൾ വെർബ് റൈറ്റ് എക്സ് ആഡ് ചെയ്യുക. ശരിയല്ലേ? Okay. Okay, Jasmine. അപ്പൊ കുറച്ച് മിക്കവർക്കും അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. എന്നാലും നിങ്ങൾ നന്നായിട്ട് ഒന്നുകൂടെ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനും ചെയ്യാം കേട്ടോ. സ്ട്രക്ചർ വൈസ് ആണ് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ്. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. മാക്സിമം ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്ക്. ഒരു ക്ലാസ്സും ക്ലാസ് ഒന്ന് മാക്സിമം മിസ് ചെയ്യാതെ നോക്കാം കേട്ടോ. ഇനി അങ്ങോട്ട് നമുക്ക് ടെൻസ് തന്നെയാ പഠിക്കുന്നത്. ടെൻസ് പഠിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും നമുക്ക് സെന്റൻസ് വിത്തൗട്ട് എനി മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കുക. ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക. എന്ത് കാര്യങ്ങൾ പറയുമ്പോൾ പ്രസന്റ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തോന്നി എനിക്ക്. ഓക്കെ, എന്നാലും കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ. That's all. So hope you all understand today's class, and it's time to wind up. So thank you all. See you on the next class. Okay, bye. Thank you.